കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അതിവിശിഷ്ടമായ ഒരു കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോമ്പുകാലം. ഇത് നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ എടുക്കണം. പലരും ധ്യാനം കൂടാൻ പോകുമ്പം അവരുടെ ലക്ഷ്യം ജീവിത സാഹചര്യം ഫിക്സ് ചെയ്യുക. ഇപ്പം എനിക്കൊരു രോഗമുണ്ട്, ഒന്ന് മാറിക്കിട്ടിയ ആദ്യം ധ്യാനത്തിന് പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാം. അപ്പം അങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഒന്ന് ശരിയായി കിട്ടിയാൽ സന്തോഷം. അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ജീവിതം ഫിക്സ് ചെയ്യണം. നിങ്ങൾ 1 രാജാക്കന്മാർ 13-ാം അധ്യായം വായിച്ച ഒരു ദൈവപുരുഷൻ, നല്ല ഇടിവെട്ട് സൗഖ്യം ജറബോൻ രാജാവിന് കൊടുത്തൊരു വ്യക്തിയാണ്. ആ ദൈവപുരുഷൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംഹം വന്ന് അവനെ അടിച്ചു കൊന്ന്, ഒരു സിംഹവും കഴുതയും അവൻ്റെ ഛേദനേറ്റ ശരീരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരു രംഗം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ജറബോൻ രാജാവ്, ഇടിവെട്ട് സൗഖ്യം പ്രാപിച്ച ജറബോൻ രാജാവ്, പുള്ളിക്ക് എന്ത് പറ്റി? തൊട്ടടുത്ത അധ്യായം വായിച്ചാൽ മതി. 1 രാജാക്കന്മാർ 14-10 മുതൽ വായിച്ചാൽ ജറബോവാമിനെ കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഇവനെ മാത്രമല്ല, ഇവൻ്റെ കുടുംബത്തെയും ഞാൻ ചപ്പ് ചവറ് പോലെ കത്തിച്ച് ചാരമാക്കും. എന്താ കാരണം? ഈ സൗഖ്യം പ്രാപിച്ചവൻ അതനുസരിച്ച് ജീവിച്ചില്ല. അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത്. നമുക്കൊക്കെ ഇവിടെ രോഗം മാറിയാൽ മതിയോ? കടബാധ്യത മാറിയാൽ മതിയോ? വിദേശത്തൊന്ന് എത്തിയാൽ മതിയോ? അതാണോ പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമ്മോട് തന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മരക്ഷയല്ലേ? ഞാൻ ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചാലും എൻ്റെ ആത്മാവ് രക്ഷപ്പെടുന്നില്ലെങ്കിൽ എന്ത് ഫലം? അതാണ് വചനം ചോദിക്കുക. മത്തായി 16:26. ആരാ കേട്ടിട്ടില്ലാത്തത്? ആർക്കാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? ഇതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ 3 വ്രതങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വ്രതങ്ങൾ ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ഇപ്പം 3ഉം വളരെ ശ്രദ്ധാപൂർവം പാലിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കും. ഒറ്റ കാരണമേ ഉള്ളു, ഒറ്റ ലക്ഷ്യമേ ഉള്ളു. അതാ അവർ പറഞ്ഞത്, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ എൻ്റെ പേരുണ്ടാകണം. എനിക്ക് വേറെ ഒന്നും വേണ്ട.
ജീവന്റെ വൃക്ഷത്തിന്മേൽ എൻ്റെ പേരുണ്ടാകണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഈ 3 വ്രതങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം പാലിക്കും. നമുക്കറിയാം, ഒരു കൊച്ചുമുറിയിലിരുന്ന് തൻ്റെ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ച് തനിക്ക് പ്രാർത്ഥിക്കാവുന്നിടത്തോളം പ്രാർത്ഥിച്ച് അവസാനം പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് സഭ അംഗീകരിച്ചത് ഇവരെയാണ്. ഇവരോടി നടന്ന് ധ്യാനം നടത്തിയിട്ടാണോ? ഇവര് ഇടിവെട്ട് പ്രസംഗം കൊടുത്തിട്ടാണോ? ഒന്നുമല്ല. ആ മുറിയിൽ ആ ഭിത്തിക്കുള്ളിലിരുന്ന് തൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാവുന്നിടത്തോളം പ്രാർത്ഥിച്ചു. ദൈവം അവരെ ഉയർത്തി. ആ പ്രാർത്ഥന ലോകത്തിന് അനുഗ്രഹമായി. ലോകം അവളെ അംഗീകരിക്കുന്നത് കാണാൻ പറ്റും. പ്രേക്ഷിതരുടെ മധ്യസ്ഥ. നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം മനുഷ്യരുടെ വാക്കുകളിലോ പ്രശംസയിലോ നമുക്ക് കിട്ടാവുന്നതല്ല. അത് ശരിക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം കണ്ടെത്തിയ ഇതൊന്നുമല്ല. ഇത് വെറും ബീഡിപ്പടക്കം. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പോലും പറയും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 12:26, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ശിഷ്യത്വം ഏറ്റെടുത്ത് അങ്ങനെയാണ് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് കറതീർന്ന ശുശ്രൂഷ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ആദ്യം നമ്മൾ ക്രിസ്തു ശിഷ്യരായി മാറണം. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം ഇല്ലെന്നല്ല, പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? എൻ്റെ പിതാവ് അവരെ ബഹുമാനിക്കും. ഇതിനേക്കാൾ വലിയ പ്രതിഫലം ഒരു ക്രിസ്ത്യാനിക്ക് എവിടെ കിട്ടാനാണ്? എവിടെയാ പ്രതീക്ഷിക്കേണ്ടത്? ഇതിനേക്കാൾ വലിയ പ്രതിഫലം പിതാവിൻ്റെ കണ്ണുകളിൽ നിനക്ക് സ്ഥാനമുണ്ടാവും. പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം സാധാരണ എല്ലാ വിഭൂതിക്കും നമ്മൾ കേൾക്കുന്നതാണ്. ജോയൽ 2, മത്തായി 6-ാം അധ്യായം, ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ അത് തരുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് ഒരു സ്ത്രീ ക്യാൻസർ രോഗിയായിരുന്നു. അവരൊരുപാട് വേദനയിലൂടെ പോകുന്നൊരു വ്യക്തി. പക്ഷേ ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ നല്ല പ്രസാദം. ഒരു വാക്ക് പോലും ഒരു പരാതിയായിട്ട് പറയുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഇതുപോലെ ആ വേദന അടക്കി പോകാൻ പറ്റുന്നത്? അവർ പറഞ്ഞൊരു കാര്യം എൻ്റെ കണ്ണു തുറന്ന സംഭവമാണ്. അവർ പറഞ്ഞെന്താണെന്നറിയോ? പക്ഷെ ഞാൻ എൻ്റെ വേദന പുറമേ കാണിച്ചാൽ എൻ്റെ ഭർത്താവ് ഡൗൺ ആവും. എൻ്റെ ഭർത്താവ് ഡൗൺ ആയാൽ എൻ്റെ കുടുംബം ഡൗൺ ആവും. അപ്പം അതുകൊണ്ട് വേദന ഉണ്ടെങ്കിലും ആ വേദന പുറമേ കാണിക്കാതെ, എൻ്റെ ഭർത്താവ് ചോദിക്കുമ്പോഴാണേലും ആ കുഴപ്പമൊന്നുമില്ല, ബെയറബിൾ, സഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വാക്ക് പോലും അവർ പരാതിയായിട്ട് പറയാതെ അതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമായിരുന്നു. കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ആ സഹനങ്ങൾ, ആ വേദനകൾ ഉള്ളിൽ ഒതുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തി. അവർ ഫിലോസഫി, തിയോളജി പഠിച്ചിട്ടാണോ? ഒന്നുമല്ല. അവർക്ക് ദൈവാനുഭവം ഉണ്ടായതുകൊണ്ടും ചില മൂല്യങ്ങൾ അവർക്കുണ്ടായിരുന്നത് കൊണ്ടും അവർ ബോധ്യത്തോടു കൂടി ജീവിക്കാനായിട്ട് അവർക്ക് ആത്മീയ പക്വത ഉണ്ടായതുകൊണ്ടുമൊക്കെയാണ് ഇപ്രകാരം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചത്. നമ്മൾ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു കാലയളവാണ് ഈ കാലയളവ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇത് 3 ചെയ്യുമ്പോഴും പിതാവിൻ്റെ കണ്ണുകളിൽ നമുക്ക് സ്ഥാനമുണ്ടായി. പിതാവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്തേക്കരുത്. ചെയ്തിട്ട് കാര്യമില്ല. മനുഷ്യർ നമ്മെ പ്രശംസിച്ചേക്കാം, മനുഷ്യർ നമ്മെ പൊക്കി പറഞ്ഞേക്കാം. ഇതുകൊണ്ട് എന്താ നമ്മൾ ഇതിന് മാത്രം നേടാൻ പോവുക? പിതാവായ ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര വെച്ച് നോക്കുമ്പോൾ ഇത് വല്ലതും ആണോ? അപ്പം അതുകൊണ്ട് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നിനും പോകരുത്. ജോൺ ഡോളർ, അദ്ദേഹം നല്ല ആത്മീയത ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ന് മനുഷ്യരെ വിട്ടോ അന്ന് എനിക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റും. ഞാൻ എന്ന് മനുഷ്യരിലേക്കുള്ള നോട്ടം നിർത്തിയോ അന്ന് എനിക്ക് കർത്താവിലേക്ക് നോക്കി കർത്താവിനെ കാണാൻ പറ്റിയെന്ന്. സങ്കീർത്തനം 118 8-ാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ്. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അത് അംഗീകാരത്തിലാണേലും പ്രശംസയ്ക്കാണേലും സമ്പത്തിനാണേലും ഏത് കാര്യത്തിലാണേലും ദൈവത്തിങ്കിലേക്ക് നോക്കുക, ദൈവത്തിൽ ശരണപ്പെടുന്നവരായി മാറുക. അവിടെ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. മാത്രമല്ല, നമ്മൾ മനുഷ്യരുടെ
കമൻറ്റ് നോക്കിയല്ല ഇതിലേതെങ്കിലും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഒത്തിരി നമ്മൾ മുമ്പോട്ടൊന്നും പോകത്തില്ല. കാരണം ഇന്ന് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷക്കാരുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ നന്മ ചെയ്താലും അതിനെ നെഗറ്റീവായിട്ട് കണ്ട് സംസാരിക്കുന്ന വ്യക്തികളുണ്ടാവും. നമുക്ക് കർത്താവിനെ പ്രതി ഒരു ഉപവാസം നോക്കാൻ പറ്റിയാൽ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളതുമായിട്ട് മുമ്പോട്ട് പോവുക. ദാനധർമ്മം ചെയ്യുന്ന കാര്യം അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യരുടെ പ്രതികരണം നോക്കിയോ അവരുടെ കമൻ്റ് കേട്ടോ അല്ല നമ്മൾ പോകേണ്ടത്. മൂന്നാമതൊരു കാര്യമുണ്ട്, എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. 1 കൊരിന്ത്യർ 10:31 എൻ്റെ കാതലായ സന്ദേശം അതാണ്. നീ എന്ത് ചെയ്താലും, ഭക്ഷിക്കുന്നതോ ഭക്ഷിക്കാതിരിക്കുന്നതോ, നീ ദാനധർമ്മം ചെയ്യുന്നോ മറ്റെന്താണെങ്കിലും അത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. സ്വന്തം മഹത്വം അല്ല, ദൈവമഹത്വം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ വിശുദ്ധിയിൽ നമുക്ക് വളരാൻ പറ്റും. നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞ് 1-ാം സ്ഥാനത്തേക്ക് ആത്മീയത നമ്മൾ കൊണ്ടുവരണം. 2-ാം സ്ഥാനത്ത് ആന്തരികത. 3-ാം സ്ഥാനം മാത്രമേ ബാഹ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കാവൂ. ഇനി അങ്ങനെയുള്ളവർ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കും, മനുഷ്യരെ നിർത്തേണ്ടടുത്ത് നിർത്തും. ഇത് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് അഭിഷേകമുള്ള വ്യക്തികൾ, ജ്ഞാനത്തിൻ്റെ അഭിഷേകം, വിവേകമുള്ള വ്യക്തികൾ. നമ്മുടെ മനസ്സിന് വിവേകം വേണം, നമ്മുടെ ഹൃദയത്തിന് ജ്ഞാനം വേണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരീരത്തിൻ്റെ കാര്യങ്ങൾ. ഈ ഒരു ഓർഡർ പാലിച്ച് ജീവിക്കാൻ സാധിക്കുന്നവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. അല്ലെങ്കിൽ ജീവിതം ഫിക്സ് ചെയ്ത് അതിലേക്ക് എത്താൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ഈ നോമ്പ് കാലത്തിലൂടെ. നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിച്ചുകൊണ്ട് ഈ ആഹ്വാനം ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.